യുക്രൈൻ രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകാൻ കേന്ദ്രമന്ത്രിമാർ അതിർത്തി രാജ്യങ്ങളിലേക്ക് പോകുന്നത് പരിഗണനയിൽ. മന്ത്രിമാരായ ഹർദീപ് സിംഗ് പുരി, ജ്യോതിരാദിത്യ സിന്ധ്യ, കിരൺ റിജിജു, ജനറൽ വി.കെ. സിംഗ് എന്നിവർ ഉക്രൈന്റെ അയൽ രാജ്യങ്ങളിലേക്ക് പോകുമെന്നാണ് സൂചന. പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച ഉന്നതതല യോഗം തുടരുകയാണ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം KP അഭിലാഷിലേക്ക്. അഭിലാഷ്, ഓപ്പറേഷൻ ഗംഗ കൂടുതൽ സജീവമാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. പ്രധാനമന്ത്രി വിളിച്ച ഉന്നതതല യോഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും എന്തൊക്കെയാണ് പരിഗണനയ്ക്ക് വരുന്ന വിഷയങ്ങൾ, എന്തൊക്കെ തീരുമാനങ്ങളാണ് ഇതിനോടകം ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നത്? എത്തിയിട്ടുള്ളത് 1100-ലധികം ഇന്ത്യക്കാരെ ഇതുവരെ ഇന്ത്യയിലേക്ക് മടക്കി എത്തിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. 4 അയൽ രാജ്യങ്ങൾക്ക് പുറമെ കഴിഞ്ഞ ദിവസം മാൾഡോവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കൂടി സഹായം തേടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഇന്ത്യക്കാരായ ആളുകൾ യുക്രൈനിൽ കടുത്ത പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആളുകളെ ഒഴിപ്പിക്കാൻ സാധിക്കുന്നത് പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് മാത്രമാണ്. കിഴക്കൻ മേഖലയിൽ ഉൾപ്പെടെയുള്ളവർ വലിയ പ്രതിസന്ധി തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, യുദ്ധം കൂടുതൽ ശക്തമായേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിമാരെ ഉൾപ്പെടെ അയച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. 4 കേന്ദ്രമന്ത്രിമാരെ അയൽ രാജ്യങ്ങളിലേക്ക് അയക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇവരെ എവിടേക്ക്, ഈ മന്ത്രിമാരെ ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് അയക്കുക, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് അവരെ നിക്ഷിപ്തമാക്കുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്പസമയം കൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും. പക്ഷേ തീർച്ചയായും കേന്ദ്രമന്ത്രിമാർ കൂടി എത്തുന്നതോടുകൂടി രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. അതിന്റെ ഭാഗമായാണ് ഹർദീപ് സിംഗ് പുരി, ജ്യോതിരാദിത്യ സിന്ധ്യ, കിരൺ റിജിജു, ജനറൽ വി.കെ. സിംഗ് എന്നീ മന്ത്രിമാരെ അയക്കാൻ ഏതാണ്ട് തത്വത്തിൽ ധാരണയായിട്ടുള്ളത്. ഇവരെ എപ്പോഴായിരിക്കും അയക്കുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമാകേണ്ടതുണ്ട്. നിലവിൽ സ്ഥാനപതി കാര്യാലയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടും സ്ഥാനപതിമാരുടെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഏകോപനം നടക്കുന്നത്. എന്നാൽ കേന്ദ്രമന്ത്രിമാർ കൂടി എത്തുന്നതോടുകൂടി ഇതിന്റെ വേഗത വർദ്ധിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. മാത്രവുമല്ല, യുക്രൈൻ, റഷ്യ രാജ്യങ്ങളോട് ഇന്ത്യക്കാരായ ആളുകളെ തിരികെ എത്തിക്കുന്നതിന് കൂടുതൽ സഹകരണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ റഷ്യൻ സ്ഥാനപതി എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ യുദ്ധമുഖത്ത് നിന്നാണ് ആളുകളെ ഒഴിപ്പിക്കേണ്ടത് എന്നത് തന്നെയാണ് വലിയ പ്രതിസന്ധിയായി തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യുക്രൈനിൽ തുടരുന്ന ആളുകൾ ചേർന്ന ഉന്നതതല യോഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിർണായക തീരുമാനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 4 മന്ത്രിമാർ അതിർത്തി രാജ്യങ്ങളിലേക്ക് പോവുകയും ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനുമുള്ള തീരുമാനമാണ് ഇതിനോടകം ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ അഭിലാഷിലേക്ക് തിരിച്ചു വരാം. കൂടുതൽ വിശദാംശങ്ങൾ അതുമായി ബന്ധപ്പെട്ട് തേടുക. TJ ശ്രീലാൽ, ഇൻപുട്ട് എഡിറ്റർ, നമുക്കൊപ്പം ഇപ്പോൾ ചേരുകയാണ്. ശ്രീലാൽ, ഈ ഓപ്പറേഷൻ ഗംഗ ദൗത്യം കൂടുതൽ സജീവമാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. പ്രധാനമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നു. മന്ത്രിമാർ നേരിട്ട് തന്നെ ആളുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ദൗത്യത്തിന് നേതൃത്വം നൽകാനായി അതിർത്തി രാജ്യങ്ങളിലേക്ക് പോകുന്നു. എന്തൊക്കെ സാധ്യതകളാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്? റെഡ് ക്രോസിന്റെ സഹായം ഉൾപ്പെടെ തേടാൻ തീരുമാനിച്ചിട്ടുണ്ട്. റഷ്യൻ അതിർത്തി വഴി ആളുകളെ എത്തിക്കാനുള്ള സാധ്യതകളുണ്ട്. യുദ്ധമുഖത്ത് നിന്നാണ് ആളുകളെ കൊണ്ടുവരേണ്ടത്. എന്തൊക്കെയാണ് ഇന്ത്യയുടെ സാധ്യതകൾ, ഇന്ത്യ തേടുന്ന സാധ്യതകൾ? രേണുക, നമ്മൾ നിലവിൽ നാറ്റോ അതിർത്തി വഴി ഇപ്പോൾ നമ്മുടെ കുട്ടികളെയും അതോടൊപ്പം തന്നെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന മറ്റുള്ളവരെയും കൊണ്ടുവരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള കൂടിയാലോചനകളാണ് ഇന്ന് രാവിലെ ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ എത്തുന്ന കുട്ടികൾ, അതായത് പോളണ്ടിലേക്കായാലും സ്ലോവാക്യയിലേക്കായാലും അതോടൊപ്പം തന്നെ മറ്റ് അതിർത്തി രാജ്യങ്ങളിലേക്ക് എത്തുന്ന കുട്ടികളിൽ പലർക്കും അവിടെ കടക്കുന്നതിനുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. വിസ പ്രോബ്ലമുണ്ട്, അവരുടെ കയ്യിൽ പാസ്പോർട്ട് ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ പല കുട്ടികളും നേരിടുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾക്ക് എങ്ങനെ എത്രയും വേഗം പരിഹാരം കാണാൻ എന്നുള്ളതാണ് ഒരു പരിശോധന നടക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പോളണ്ട് അതിർത്തിയിലേക്ക് എത്തിയ കുട്ടികൾക്ക് അവിടെ ആകെ 2 ബസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് പോളണ്ട് സർക്കാർ ഏർപ്പെടുത്തിയ ബസ്സുകളായിരുന്നു. അതിലേക്ക് ഉക്രൈനിയൻ ആൾക്കാർ തള്ളിക്കയറുകയും അവിടെ വലിയ ലാത്തി ചാർജ് ഉണ്ടാകുകയും ചെയ്തു. ചില ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു എന്നുള്ള ചില വാർത്തകളും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ത്യ അവിടെ സ്വന്തം നിലയ്ക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം ബസ് ഏർപ്പെടുത്തുകയുണ്ടായി. ഇങ്ങനെ ഓരോ അതിർത്തിയിൽ എത്തുന്ന കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് സംബന്ധിച്ച വിശദമായ ആലോചനകൾ തന്നെയാണ് ഈ യോഗത്തിലുണ്ടായത്. അതിനോടൊപ്പം തന്നെയാണ്
തന്നെയാണ്. അതിന് പരിഹാരം നിലയ്ക്കാണ് ഇപ്പോൾ ഒരു ആലോചന ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ 5 മന്ത്രിമാരെ അങ്ങോട്ട് അയക്കാമെന്നുള്ളത്. അവർ ഏതൊക്കെ രാജ്യങ്ങളിലേക്കാകും പോകുക, അതോ അവർ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് അവിടെ ഒരു ബേസ് ക്യാമ്പ് ഉണ്ടാക്കി അവിടെ നിന്ന് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി അറിയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇവർ എപ്പോഴാകും അങ്ങോട്ട് പോവുക എന്നുള്ളതും അറിയേണ്ടതുണ്ട്. അതിനിടയിൽ യുദ്ധം രൂക്ഷമാവുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ആലോചന തന്നെ ഒരല്പം കൂടി നീട്ടിവെക്കാനുള്ള സാധ്യതയും നമ്മൾ ചില കേന്ദ്രങ്ങൾ, ചില നയതന്ത്ര കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇന്നത്തെ ഈ യോഗത്തിൽ ഒരു പക്ഷേ വലിയ തോതിൽ ആലോചന ഉണ്ടായിട്ടുണ്ടാവുക വൈകിട്ട് ചേരുന്ന UN സമ്മേളനത്തിൽ എന്ത് നിലപാട് ഇന്ത്യ സ്വീകരിക്കണം എന്നത് സംബന്ധിച്ചാണ്. രാവിലെ നടന്ന സമ്മേളനത്തിൽ UN പ്രത്യേക സമ്മേളനം വിളിക്കാനുള്ള തീരുമാനം വോട്ടിന് വന്നപ്പോൾ ഇന്ത്യ മാറി നിന്നു. അത് സംബന്ധിച്ചുള്ള പലതരത്തിലുള്ള ദയവായി തുടരുക ശ്രീലാൽ. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നു. യുക്രൈനിൽ സമാധാനം കൈവരുമോ എന്ന് ലോകം ഉറ്റുനോക്കുമ്പോൾ റഷ്യ യുക്രൈൻ സമാധാന ചർച്ച ബെലാറുസ് അതിർത്തിയിൽ തുടങ്ങിയിരിക്കുകയാണ്. സരുൺ ജോസ് വിവരങ്ങളുമായി ചേരുന്നു. സരുൺ, പ്രതീക്ഷയോടെ ലോകം ഉറ്റുനോക്കുകയാണ്. ഈ ചർച്ചയിൽ വലിയ പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യുക്രൈൻ ചർച്ചയിൽ പങ്കെടുക്കുന്നതെങ്കിൽ പോലും എന്താകും അതിലുണ്ടാകുന്ന തീരുമാനമെന്ന്, ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്, വിവരങ്ങൾ എന്താണ്? രേണുക, ബെലാറുസ് നഗരമായ ഗോമലിൽ റഷ്യയുടെയും യുക്രൈൻ്റെയും പ്രതിനിധികൾ ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നു. ഈ വാർത്ത റോയിട്ടേഴ്സാണ് പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെ ഈ ചർച്ച ഏത് സമയത്താണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ലായിരുന്നു. പക്ഷേ അല്പസമയം മുമ്പ് ചർച്ച തുടങ്ങിയതായുള്ള വിവരം പുറത്തു വരുന്നു. ഈ റഷ്യയുടെയും യുക്രൈൻ്റെയും പ്രതിനിധികൾക്ക് പുറമെ ബെലാറുസിൻ്റെ പ്രതിനിധിയും ചർച്ചയിൽ പങ്കാളിയാകും. ബെലാറുസിൻ്റെ മധ്യസ്ഥതയല്ല, ബെലാറുസ് ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബെലാറുസിൽ വെച്ചുള്ള ചർച്ചയെ യുക്രൈൻ എതിർത്തിരുന്നു. പക്ഷേ പിന്നീട് അവിടെ വെച്ച് ചർച്ചയാകാം എന്ന നിലപാടിലേക്ക് സെലൻസ്കി എത്തുകയായിരുന്നു. ഈ ബെലാറൂസിലെ ഗോമൽ എന്ന് പറയുന്ന നഗരത്തിൽ വെച്ചാണ് ചർച്ച പുരോഗമിക്കുന്നത്. അതേസമയം തന്നെ ബെലാറൂസിൽ നിന്നുള്ള മിസൈലുകൾ ഈ യുക്രൈൻ്റെ സിറ്റോമിർ എന്ന പ്രവിശ്യയിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയെന്ന വാർത്ത ഇതേ സമയം തന്നെ പുറത്തു വരുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ റഷ്യൻ ആണവായുധങ്ങൾക്ക് ഈ ബെലാറൂസിൽ വിന്യസിക്കാൻ ബെലാറൂസ് ഭരണഘടനാ ഭേദഗതി നടത്തിയെന്നാണ്. ഈ രണ്ട് കാര്യങ്ങളും ഇതിനിടയിൽ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ബെലാറൂസിൽ വെച്ച് നടക്കുന്ന ചർച്ച എത്രത്തോളം ഫലം കാണുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതായാലും TJ ശ്രീലാൽ കൂടി ചേരുന്നു. ശ്രീലാൽ, ഈ ബെലാറൂസിൽ നിന്ന് മിസൈലുകൾ യുക്രൈനിലേക്ക് മിസൈൽ ആക്രമണം നടത്തി, റഷ്യയുടെ ബാലിസ്റ്റിക് മിസൈലുകൾ ആക്രമണം നടത്തിയെന്ന വാർത്ത ഇതേ സമയം തന്നെ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഈ ബെലാറൂസിൽ വെച്ച് നടക്കുന്ന ചർച്ച എത്രത്തോളം ഫലം കാണും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്? സരുൺ, ഇത് ആദ്യ ചർച്ചയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ എന്തെങ്കിലും തീരുമാനമുണ്ടാകും, അല്ലെങ്കിൽ ഈ ചർച്ചയോടെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ കരുതിയിരുന്നില്ല. ചർച്ച തുടങ്ങുന്നു എന്നുള്ളത് ഏറ്റവും പോസിറ്റീവായ ഒരു കാര്യമായിട്ടാണ് എല്ലാവരും കണ്ടത്. അത് തന്നെയാണ്. പക്ഷേ അപ്പോഴും ആശങ്കയുണ്ടായിരുന്നു ചർച്ച നടക്കുമോ എന്ന കാര്യത്തിൽ. കാരണം റഷ്യ കീവിലേക്കും അതോടൊപ്പം തന്നെ ഹർക്കീവിലേക്കുമുള്ള ആക്രമണം ശക്തിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഈ സരുൺ സൂചിപ്പിച്ചതുപോലെ ബെലാറസിൽ നിന്ന് തന്നെ ആക്രമണം നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ചർച്ച നടക്കുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്ക മാറിയിരിക്കുന്നു. ചർച്ച തുടങ്ങിയിരിക്കുന്നു. സമാധാന നടപടികളുടെ ആദ്യപടിയായുള്ള ചർച്ച തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ചർച്ചയിൽ റഷ്യൻ നിലപാട് ഈ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ വ്യക്തമായിരുന്നു. കാരണം ഒരു വെടിനിർത്തൽ ഏർപ്പെടുത്താനോ ഒന്നും തയ്യാറാകാതെയാണ് റഷ്യ ഈ ചർച്ചയിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ വെടിനിർത്തൽ ഏർപ്പെടുത്താൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, വെടിവയ്പ് അല്ലെങ്കിൽ ആക്രമണം കൂടുതൽ ശക്തിപ്പെടുത്തിയ ശേഷമാണ് ഈ ചർച്ചയിലേക്ക് വന്നത്. ചർച്ച നടക്കുന്ന സ്വതന്ത്ര രാജ്യമായ ബെലാറസിൽ നിന്ന് പോലും ആക്രമണം നടത്തുന്ന തലത്തിലേക്ക് റഷ്യ കാര്യങ്ങൾ നീക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ചർച്ച. ഈ ചർച്ചയിൽ നിന്നും എന്തായാലും ഒരു തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുള്ളത് തുടർ ചർച്ചകൾക്കുള്ള ഏത് തലത്തിൽ അടുത്ത ചർച്ച വേണം എന്നുള്ള കാര്യത്തിൽ ഒരു പക്ഷേ ഒരു തീരുമാനമുണ്ടാകും. അതിനപ്പുറത്തേക്ക് ഈ ചർച്ചയിൽ നിന്ന് എന്തെങ്കിലും കാര്യമായൊരു തീരുമാനമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ആ തലത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോവുകയും ചെയ്യുക. പക്ഷേ ചർച്ച തുടങ്ങി എന്നുള്ളത് ഏറ്റവും പോസിറ്റീവായ കാര്യം തന്നെയായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്, ബെലാറൂസിൽ നടക്കുന്നത്. ശ്രീലാൽ, മറ്റൊരു കാര്യം, ഈ റഷ്യക്കെതിരെ ലോകരാജ്യങ്ങൾ ഉപരോധങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ റഷ്യയുടെ കറൻസിയായ റൂബിൾ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ നിലയിൽ എത്തിയിരിക്കുന്നു. റൂബിളിൻ്റെ മൂല്യം 30% ഇടിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓഹരികളും കടപ്പത്രങ്ങളും വിറ്റഴിക്കുന്നതിന് റഷ്യൻ കേന്ദ്ര ബാങ്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉപരോധത്തിൻ്റെ ഭാഗമായുള്ള ഈ വിറ്റൊഴിക്കൽ പ്രതിരോധിക്കാനാണ് ഈ അസാധാരണ ചട്ടം കൊണ്ടുവന്നത്. ഈ ഒരു സാഹചര്യത്തിൽ റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ഫലം കാണുന്നു. റഷ്യ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് നീങ്ങുന്നു എന്ന് വേണോ കരുതാൻ? തീർച്ചയായും സരുൺ, റഷ്യ സമ്മർദ്ദത്തിലേക്ക് നീങ്ങുക തന്നെയാണ്. അത് ഈ യുദ്ധം എത്രത്തോളം നീളുന്നോ അത്രത്തോളം സമ്മർദ്ദം റഷ്യയ്ക്ക് മേളിൽ ഏറുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ഇതെല്ലാം തന്നെ റഷ്യ മുൻകൂട്ടി കണ്ട, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള റൂബിളിൻ്റെ വീഴ്ചയായാലും
ഇതെല്ലാം തന്നെ നേരത്തെ തന്നെ റഷ്യ ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ റഷ്യ മുൻകൂട്ടി കണ്ട നടപടികളുടെ ഭാഗമായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ്. ഒരു രാജ്യം യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ആ രാജ്യത്തിൻ്റെ കടപ്പത്രങ്ങളും ഒപ്പം തന്നെ രാജ്യത്തിലെ ഈ സ്ഥാപനങ്ങളുടെ ഓഹരിയുമെല്ലാം വലിയ തോതിൽ വിറ്റഴിക്കുന്ന ഒരു പ്രവണത ഏത് സാഹചര്യത്തിലായാലും ഉണ്ടാകാറുണ്ട്, ഏത് സ്ഥലത്തായാലും ഉണ്ടാകാറുണ്ട്. അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ റഷ്യ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഓഹരികൾ വാങ്ങിയ ആളുകൾക്ക് വലിയ തോതിൽ നഷ്ടമുണ്ടാകും. പക്ഷേ അത് പൊതുവിൽ റഷ്യൻ ഓഹരികൾ ഇടിഞ്ഞു പോയി എന്നുള്ള ഒരു പ്രചാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ റഷ്യ സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബാങ്കുകൾ ഈ സ്വിഫ്റ്റിൽ നിന്ന് റഷ്യ പുറത്താക്കും എന്നത് അടക്കമുള്ള ആലോചനകൾ നടക്കുമ്പോൾ സ്വാഭാവികമായും യുദ്ധമുഖത്തുള്ള റഷ്യയുടെ കറൻസിയുടെ വാല്യൂ അത് ഡീവാല്യൂ ചെയ്യപ്പെടും എന്നുള്ള തരത്തിലുള്ള സംശയമില്ല. ഇതെല്ലാം റഷ്യ നേരത്തെ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാകണം എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് റഷ്യ യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉപരോധം മാത്രം മതിയാകില്ല, അതിൽ കൂടുതൽ നടപടികളിലേക്ക് പോകേണ്ടി വരും എന്നും ലോകരാജ്യങ്ങളിൽ നിന്നും ആവശ്യമുയരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഉപരോധം കൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള ഒരു റഷ്യയെ പ്രതിരോധിക്കാൻ സാധ്യമല്ല എന്നുള്ള തലത്തിലേക്കാണ് കാര്യങ്ങൾ നിന്നത്. അതുകൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളും, ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങൾ, ഈ യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങൾ റഷ്യക്കെതിരെ പോരാടുന്ന യുക്രൈനിയൻ സൈന്യത്തിന് ആയുധങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് മരുന്ന് അടക്കമുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നതും അത്തരം നടപടികൾ റഷ്യയെ കൂടുതൽ ഒറ്റപ്പെടുത്തും. എന്തായാലും ഇന്ന് വൈകിട്ട് നടക്കുന്ന UN സമ്മേളനം കൂടി കഴിയുമ്പോൾ റഷ്യ വലിയ തോതിൽ ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ PJ വിൻസെന്റ് നമുക്കൊപ്പം ചേരുകയാണ്, വിദേശകാര്യ വിദഗ്ധൻ. ശ്രീ PJ വിൻസെന്റ്, റഷ്യ ഉക്രൈൻ ചർച്ച ബെലറൂസിൽ ആരംഭിച്ചു എന്ന വാർത്തയാണ് നമുക്കിപ്പോൾ വരുന്നത്. ഈ ചർച്ചയുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് ആശങ്കകൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഒരു ചർച്ച ഈ പ്രതിസന്ധി ഘട്ടത്തിൽ തുടങ്ങിയിരിക്കുന്നു എന്നത് നമ്മൾ എങ്ങനെ കാണണം? വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്. കാരണം ഈ പീസ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് പുരോഗമനപരമാണ്. അതല്ലാതെ മറ്റ് ആൾട്ടർനേറ്റീവ് നമ്മുടെ മുന്നിലില്ല. ഇരു രാജ്യങ്ങൾ തമ്മിൽ നയതന്ത്ര തലത്തിൽ ചർച്ച ചെയ്ത് ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഏറ്റവും സാധ്യമായ ഏറ്റവും അടുത്ത നിമിഷം തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളത് ലോക സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും അനിവാര്യമാണ്. അപ്പൊ ഏതായാലും ബെലാറൂസിൽ ഇതിന്റെ ചർച്ച സൂചിപ്പിക്കുന്നു. റഷ്യയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനുള്ള സമീപനങ്ങൾ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമ്മർദ്ദതന്ത്രത്തിനൊന്നും വഴിപ്പെടാൻ സാധ്യതയില്ലാത്തൊരു രാജ്യമാണ്. കാരണം സമ്പൂർണ്ണ ഉപരോധം മാത്രമല്ല, നാറ്റോയുടെ സൈനിക ഇടപെടലിനെ പോലും മുൻകൂട്ടി കണ്ടിട്ടാണ് റഷ്യ ഈ സംഘർഷത്തിലേക്ക് കടന്നു വന്നത്. കാരണം സോവിയറ്റ് യൂണിയൻ ആയിരിക്കെ തന്നെ തുടങ്ങി ലോകാധിപത്യത്തിന്റെ സകല ബലതന്ത്രങ്ങളും അറിയാവുന്ന ഒരു രാജ്യമാണ് റഷ്യ. അപ്പം അവര് അത് മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് ചൈന റഷ്യ സഹകരണം, നോ ലിമിറ്റ് പാക്ട് ആണ് അവർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ചൈനയുടെ സാമ്പത്തിക സഹായത്തോടുകൂടി ഇതിനെയൊക്കെ മറികടക്കാനൊക്കെ അവർക്ക് സാധിക്കും. പിന്നെ ലോങ് റണ്ണിൽ നോക്കുമ്പോൾ എണ്ണവിലയൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഇപ്പോഴത് ശേഖരിച്ച് വെക്കും. ഈ ഉയർന്ന വിലയ്ക്ക് നാളെ ഉപരോധം പിൻവലിക്കുന്ന ഘട്ടത്തിൽ റഷ്യക്ക് എണ്ണയും പ്രകൃതിവാദവും വിൽക്കാൻ കഴിയും എന്നുള്ള സാഹചര്യവും കൂടിയുണ്ട്. ഏതായാലും സമാധാന പ്രക്രിയ ആരംഭിക്കുന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ഈ ചർച്ചയുടെ ടേബിളിന് സമീപത്തേക്ക് രണ്ട് നേതാക്കളും പോകുമ്പോഴും തലസ്ഥാന നഗരിയിലും കീവിലും ഖർക്കീവിലും ഒക്കെ ശക്തമായ ആക്രമണം റഷ്യയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ആണവായുധങ്ങൾ ശരിയാക്കി വെക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ചർച്ചയുടെ ടേബിളിലേക്ക് റഷ്യ നീങ്ങുന്നത്. ഒപ്പം തന്നെ ബെലാറൂസ് എന്ന ഉക്രൈന് തീർത്തും സ്വീകാര്യമല്ലാത്ത ഒരു രാഷ്ട്രത്താണ് ചർച്ച നടക്കുന്നത്. എന്നിട്ടും ഈ ചർച്ചയ്ക്ക് സന്നദ്ധമായത് അത് യുക്രൈന്റെ ആ ഒരു നിലപാട് ശ്ലാഘിക്കപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും അത് ആരുടെ ഭാഗത്തു നിന്നായാലും സമാധാനത്തിന് വേണ്ടിയുണ്ടായിരുന്ന ഒരു ചെറുവിരൽ അനക്കം പോലും ലോകം അതിനെ പോസിറ്റീവായി കാണണം. അതല്ലാതെ മറ്റു നിവൃത്തിയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നാറ്റോയുടെ സൈനിക പ്രതിരോധത്തെ പോലും മുന്നിൽ കണ്ടിട്ടാണ് റഷ്യ ഈ സംഘർഷത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുക. അല്ലാണ്ട് ഉക്രൈൻ എന്ന് പറയുന്ന സൈനികമായി അതീവ ദുർബലമായ ഒരു രാജ്യത്തെ റഷ്യ ആക്രമിക്കുന്നത് ആ രാജ്യത്തെ കീഴടക്കുക എന്നുള്ള പരിമിതമായ ലക്ഷ്യമല്ലല്ലോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പൊ ഏതെങ്കിലും തരത്തിൽ ആയുധങ്ങൾ നൽകുവാനും അതുപോലെ സൈനിക പരിശീലനം, സൈനിക സാന്നിധ്യം തുടങ്ങിയ നടപടികളിലേക്ക് നാറ്റോ രാജ്യങ്ങൾ പോയാൽ അതാണ് ആണവായുധങ്ങൾ അടക്കം ശരിയാക്കി വെക്കൂ എന്നുള്ള നിർദ്ദേശം നൽകുന്നത്. പശ്ചിമ യൂറോപ്പിലെ മുഴുവൻ നഗരങ്ങളെയും നാറ്റോ സൈനിക വിന്യാസ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയന്റെ കാലത്ത് തന്നെ മിസൈൽ വിന്യാസം നടത്തുന്നുണ്ട്. അതുകൊണ്ട് പശ്ചിമ യൂറോപ്പിലുള്ള ഏത് സൈനിക കേന്ദ്രം, നാറ്റോയുടെ സൈനിക കേന്ദ്രത്തെയും നിമിഷങ്ങൾക്കുള്ളിൽ ആക്രമിച്ച് തകർക്കാനുള്ള മിസൈൽ സംവിധാനവും സിസ്റ്റവും റഷ്യക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അത് ഉപയോഗിക്കും, ആണവായുധം വേണ്ടി വന്നാൽ പ്രയോഗിക്കുന്നുള്ള ഒരു സമ്മർദ്ദതന്ത്രമാണ് റഷ്യയുടെ ഭാഗത്തു നിന്നും. അത് ആ സമ്മർദ്ദത്തിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട്
കൂടുതൽ പ്രകോപനത്തിലേക്ക് പോകുന്നത് നമ്മൾ നേരത്തേക്ക് സൂചിപ്പിച്ചതുപോലെ ഒരു ആഗോള തലത്തിൽ അതിന്റെ പ്രതികരണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യാത്ത റെപ്രിക്കഷൻസ് ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് ഏതായാലും ഈ ചർച്ച പുരോഗമിച്ചിട്ട് ഇന്ത്യൻ പ്രതിനിധി സംഘവും അങ്ങോട്ട് പോകുന്നുണ്ട്. ഇന്ത്യക്കും ചില ഈ ഇതില് പുടിനുള്ള സ്വാധീനവും റഷ്യയുമായിട്ടുള്ള ബന്ധമൊക്കെ വെച്ചിട്ട് പുരോഗമനപരമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങൾ പ്രയോഗിക്കാനും ഈ ഹോസ്റ്റിലിറ്റീസ് അവസാനിപ്പിക്കാനും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു രാജ്യമാണ്. അപ്പം ആ ദിശയിൽ ഇന്ന് അവിടെ ആരംഭിച്ച ചർച്ച ഫലപ്രാപ്തിയിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ശരി, വളരെ നന്ദി ശ്രീ പി ജെ വിൻസെന്റ് ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. സരുൺ എ ജോസ് ഒപ്പം വാർഡ് ഡെസ്കിൽ നിന്ന് ഇൻപുട്ട് എഡിറ്റർ ശ്രീലാലും തുടരുന്നുണ്ട്. സരുൺ, ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. നേരത്തെ ചർച്ചകൾക്ക് ചില ഉപാധികൾ റഷ്യ മുന്നോട്ട് വെച്ചിരുന്നു, പക്ഷേ ഉപാധികളില്ലാതെയാണ് ചർച്ച എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയായിരിക്കും റഷ്യ മുന്നിൽ വെക്കുന്ന കാര്യങ്ങൾ? യുക്രൈൻ എങ്ങനെ അതിനോടൊക്കെ പ്രതികരിക്കാനാണ് സാധ്യത? രേണുക, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. കീവിൽ വാരാന്ത്യ കർഫ്യൂ പിൻവലിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ്. അവിടെ നിന്നും വിദ്യാർത്ഥികൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ ലഭിക്കും. കൂടുതൽ വിശദാംശങ്ങളുമായി ഗോപിക ചേരുകയാണ്. ഗോപിക, ഇത് വലിയൊരു സൗകര്യമല്ല. ഇപ്പോൾ വിദ്യാർത്ഥികളൊക്കെ അവിടെ നിന്ന് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണോ? തീർച്ചയായും സരുൺ, ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്ത അത് ഇന്ത്യ ഇൻ യുക്രൈൻ എന്ന ട്വിറ്റർ പേജിലാണ് ഷെയർ ചെയ്തിട്ടുള്ള. വീക്കെൻഡ് കർഫ്യൂ ലിഫ്റ്റഡ് ഇൻ കീവ്. കീവിലെ വീക്കെൻഡ് കർഫ്യൂ ഒഴിവാക്കിയിട്ടുണ്ട്, പിൻവലിച്ചിട്ടുണ്ട്. ഓൾ സ്റ്റുഡൻസ് ആർ അഡ്വൈസ് ടു മേക്ക് ദ വേ ടു റെയിൽവേ സ്റ്റേഷൻ. അതായത് കുട്ടികൾക്ക് യാത്രാ സൗകര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ നന്ദു എന്ന കുട്ടി കീവിലാണുള്ളത്. ബൊഗോമോളസ്ക് നാഷണൽ യൂണിവേഴ്സിറ്റിയിലാണ് നന്ദു പഠിക്കുന്നത്. ഏതായാലും ഈ വീക്കെൻഡ് കർഫ്യൂ ഒഴിവാക്കിയ കാര്യം ഈ കുട്ടികൾ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒക്കെ നമുക്ക് നന്ദുവിനോട് ചോദിക്കാം. നന്ദു ലൈനിലുണ്ടല്ലോ അല്ലേ? നന്ദു, അറിഞ്ഞിരുന്നോ ഈ വീക്കെൻഡ് കർഫ്യൂ ലിഫ്റ്റ് ആയ കാര്യം? അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് കൺസൾട്ടൻസിയിൽ നിന്ന് മറ്റും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? അതെ, നമ്മുടെ കൺസൾട്ടൻസിനെ നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ട്രെയിന് ചാർട്ടാവുന്ന കാര്യം നമുക്ക് ഇന്നലെ വരെ ഇങ്ങനെ ഒരു കാര്യം കേട്ടിരുന്നു. അപ്പൊ സ്റ്റുഡൻസ് എല്ലാം അതിന്റെ പ്രതീക്ഷയിലായിരുന്നു. ബട്ട് ഇപ്പൊ രാവിലെ ആയപ്പോഴത്തേക്കിനും അത് എന്തോ പ്രശ്നം കാരണം അത് ക്യാൻസൽ ആയി എന്നുള്ള രീതിയിലാണ് നമ്മൾ അറിയുന്നത്. അത് കൺഫേം ആയിട്ട് അറിയില്ല. ഉണ്ടാവാനും ഉണ്ടാകാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഈ വീക്കെൻഡ് കർഫ്യൂ പിൻവലിച്ച സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യം അല്ലേ ഒരുങ്ങുന്നത്? അതെ. അത് എംബസി ഇപ്പൊ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് മൂവ് ഓൺ ആണ്. അപ്പൊ എംബസിയുടെ വിശ്വാസത്തിൽ എംബസി പറയുന്നതിന്റെ പേരിൽ മാത്രം ഞങ്ങൾ 700 സ്റ്റുഡൻസ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മൂവ് ഓൺ ആവാനുള്ളൊരു പ്ലാനിലാണ് ഞങ്ങളിപ്പോ ഉള്ളത്. നമ്മളെ സെൽഫ് റിസ്കിലും എംബസി പറഞ്ഞതിന്റെ പേരിൽ, സെൽഫ് റിസ്ക് എന്നല്ല, എംബസി പറഞ്ഞതിന്റെ ഒരേ ഇതിന്റെ പേരിൽ ഞങ്ങൾ എല്ലാവരും സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടെങ്കിൽ അത്, അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ട്രെയിൻ എടുത്തിട്ടായാലും വെസ്റ്റേൺ സൈഡ്സിലേക്ക് മൂവ് ചെയ്യാൻ പ്ലാൻ ചെയ്യാം. നന്ദു, നിങ്ങളിപ്പോ കീവിലല്ലേ ഉള്ളത്? ഇവിടുന്ന് തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനാണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം? ഈ ട്രെയിൻ ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ്? എത്ര മണിക്കൂർ ഇടവിട്ടാണ് നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള ട്രെയിൻ ഒക്കെ ഉള്ളത്? നമുക്കിപ്പോ ട്രെയിൻ ടൈമിങ്ങിനെ പറ്റി തീരെ നമുക്കൊരു ഇതില്ല, ഒന്നും അറിയില്ല. നമ്മളിപ്പോ അവിടെ എത്തുമ്പോഴത്തേക്കിനും നമുക്ക് ഈ എംബസി കോർഡിനേറ്റർ, നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ പഴയ വൈസ് ഡീനായിട്ട് യൂറി എന്ന് പറഞ്ഞ നമ്മുടെ സാറുണ്ട്. അപ്പൊ സാറ് നമ്മളെ 12 മണി ആകുമ്പോഴത്തേക്കും നമ്മളെ മീറ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് നമുക്ക് ലാസ്റ്റ് നമ്മുടെ കോൺട്രാക്ടർ നമ്മളെ ജസ്റ്റ് മുന്നേ വിളിച്ചപ്പോ നമുക്ക് പറഞ്ഞു തന്നത്. സോ എല്ലാം നമ്മളെല്ലാം ആ ഒരു പ്രതീക്ഷയിലാണ്. ഇൻ കേസ് നമ്മുടെ സ്പെഷ്യൽ ട്രെയിൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ട്രെയിൻ പോകുന്നതിന് ഇന്ത്യൻ എംബസിയുടെ ഇപ്പൊ നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്നത് ഊട്ടി എന്ന് പറഞ്ഞ സാറ് അവിടെ ഉണ്ടാവും. സാറ് വേണ്ട നിർദ്ദേശം തരും എന്നുള്ള രീതിയിൽ നമ്മൾ വെയിറ്റ് ചെയ്യാം. നന്ദു, ഒപ്പം തന്നെ നിങ്ങൾ ഇപ്പോൾ കീവിൽ നിന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ ഏത് ബോർഡറിലേക്കാണ് ഏറ്റവും എളുപ്പത്തിൽ എത്താൻ സാധിക്കുക? നിങ്ങൾ ആ തരത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടാകുമല്ലോ അല്ലേ? നമുക്ക് ബോർഡർ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേപോലെയാണ്. അതായത് റൊമാനിയൻ ബോർഡർ ആയാലും ഹംഗറി ആയാലും ഇവിടുന്ന് ഓൾമോസ്റ്റ് 1000+ കിലോമീറ്റേഴ്സ് ഉണ്ട്. നല്ല ഏകദേശം 10 hour ജേർണി ഉണ്ട്. അപ്പോ എന്താണ് മിക്കവാറും ഇതിലേതിലും റൊമാനിയൻ ബോർഡർ തന്നെ ആവാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഓക്കെ, എന്തായാലും നന്ദു, യാത്രാ സൗകര്യം തുടങ്ങട്ടെ എന്ന് വിചാരിക്കുന്നു. തുടങ്ങുന്ന മുറയ്ക്ക് നമ്മളെ കൃത്യമായ വിവരങ്ങൾ അറിയിക്കണം. ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് സരുൺ നമ്മളെ സംബന്ധിച്ച്, അവിടുത്തെ കുട്ടികളെ സംബന്ധിച്ച്, അവരുടെ നാട്ടിലിരിക്കുന്ന മാതാപിതാക്കളെ. എന്തായാലും ആശ്വാസകരമായ വാർത്തകൾ വരുന്നു. ഒരിടത്ത് സമാധാനത്തിനുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു. ഒപ്പം അവിടെ കർഫ്യൂ മാറ്റിയിരിക്കുന്നു. കീവിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മടങ്ങിവരവിനുള്ള സാധ്യതകൾ ഒരുങ്ങുന്നു എന്ന 2 ആശ്വാസകരമായ വാർത്തകൾ അവിടെ നിന്നും വരുന്നു. വാർഡ് ഡെസ്കിൽ നിന്നും ഗോപികയാണ് വിവരങ്ങൾ നൽകിയത്.
CPM സംസ്ഥാന സമ്മേളനത്തിന് നാളെ എറണാകുളത്ത് തുടക്കം. സംസ്ഥാന സെക്രട്ടറിയായി കോടിയേരി ബാലകൃഷ്ണൻ തുടരും. 75 വയസ്സ് പിന്നിട്ടവരെ കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കുന്നതോടെ സമഗ്രമായ തലമുറ മാറ്റമാകും പാർട്ടിയിലുണ്ടാവുക. ഇടതുപക്ഷ മുന്നണിക്ക് തന്നെ 50% കൂടുതൽ ജനങ്ങളുടെ പിന്തുണയില്ല. അത് ഭൂരിപക്ഷത്തിൻ്റെ പ്രസ്ഥാനമാക്കി മാറും. അത് സാധിക്കണമെങ്കിൽ CPM-ന് തന്നെ സ്വതന്ത്രമായ ബഹുജന സ്വാധീനം വർദ്ധിക്കണം. അതിനാവശ്യമായ പ്രായോഗികമായ പ്രവർത്തന പരിപാടികൾ എന്തെല്ലാമാണ് എന്ന് സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഈ തുടർഭരണത്തിൽ തുടർച്ച അതായിരിക്കും ലക്ഷ്യം. കാരണം CPM ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനവും ഇന്ത്യയിലില്ല. ബംഗാൾ പാർട്ടി അവിടെ വളരെ ക്ഷീണിച്ചു. ത്രിപുരയിൽ ഭരണം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഒരു തുടർച്ചയാണ് ഈ സമ്മേളനം ലക്ഷ്യം വയ്ക്കുന്ന പ്രധാന. CPM എപ്പോഴും പാർട്ടി ശക്തിപ്പെടുത്താനാണല്ലോ ശ്രമിക്കുക. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ നമുക്കൊരു തുടർ ഭരണത്തിന് അവസരം കിട്ടി. അതുകൊണ്ട് ഇതോടുകൂടി അവസാനിപ്പിക്കാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത്ര ഭരിച്ചാൽ മതി എന്നുള്ളതല്ല. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ഇനിയും കൂടുതൽ അവസരം ജനങ്ങൾ തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. അത് ജനങ്ങൾക്ക് ഈ ഗവൺമെൻറ് തന്നെ തുടരണമെന്ന അഭിപ്രായം ഉണ്ടെങ്കിലേ അത് സാധ്യമാവും. അതിനുള്ള പ്രായോഗികമായ പ്രവർത്തന പരിപാടികൾ എന്തൊക്കെയായിരിക്കണം എന്നതാണ് സമ്മേളനം ചർച്ച ചെയ്യാൻ പോകുന്നൊരു കാര്യം. അങ്ങ് പറഞ്ഞു 50%-ൽ അധികം ആളുകൾ ഇപ്പോഴും മുന്നണിക്ക് വോട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത്തരം പിന്തുണയില്ല. അതുകൂടി നേടിയെടുക്കണം. അങ്ങനെ വരുമ്പോൾ പുറത്തു നിൽക്കുന്ന നേരത്തെ മുന്നണിയുമായി സഹകരിച്ചിരുന്നവരും ഇപ്പോൾ നേരത്തെ സഹകരിക്കാത്തവരും ഒക്കെ ഒരുപാട് പേരുണ്ട്. അത്തരം ആളുകളെ, കൂടുതൽ പാർട്ടികളെ, കൂടുതൽ വ്യക്തികളെ മുന്നിലേക്ക് കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നത്. ഏതെങ്കിലും പാർട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതല്ല ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളെ തന്നെ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനാണ് ഞങ്ങൾ ആദ്യം പരിഗണന കൊടുക്കുന്നത്. LDF-ലെ ഘടകകക്ഷികൾ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ അവർ ശ്രമിക്കണം. അങ്ങനെയാണ് മുന്നണിയുടെ ബഹുജന പിന്തുണ വർദ്ധിപ്പിക്കാൻ കഴിയുന്നത്. അപ്പോൾ പാർട്ടികളെ കുറേ എണ്ണം കൂട്ടി ഏകോപിപ്പിക്കുക എന്നതല്ല ഇപ്പോൾ ഉദ്ദേശം. ഇപ്പോൾ തന്നെ 11 കക്ഷികളായി. ഇനി കൂടുതൽ പാർട്ടികളെ അണിനിരത്തി അല്ല സ്വാധീനം വർദ്ധിപ്പിക്കേണ്ടത്. അതാണ് ഞങ്ങൾ പ്രാമുഖ്യം കൊടുക്കുന്നത്. ചോദിക്കാൻ കാരണം മുസ്ലിം ലീഗ് ചില ചർച്ചകൾ നടക്കുന്നതായുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ട്. KT ജലീൽ കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടന്നു. അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. RSP തിരികെ വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു കേൾക്കുന്നു. PJ ജോസഫ് നേരത്തെ ഒപ്പമുണ്ടായിരുന്നതാണ്. RSP PJ ജോസഫ്. അത്തരം ഗ്രൂപ്പുകളെ കൂടി മുന്നണിയിൽ കൊണ്ടുവരാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾക്ക് ഈ സമ്മേളനം ചർച്ച തുടക്കമിടുമോ? ഇങ്ങനെ ഒരു നീക്കവും CPM നടത്തിയിട്ടില്ല. ഇപ്പം രാഷ്ട്രീയമായ ചർച്ച നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ആളുകളൊന്നും അല്ലല്ലോ രാഷ്ട്രീയ ചർച്ച നടത്തുക. മുസ്ലിം ലീഗുമായി ഇപ്പോൾ ഒരു രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടേ ഇല്ല. മറ്റ് RSP സംബന്ധിച്ചും PJ ജോസഫ് സംബന്ധിച്ചും അവർക്കൊരു നിലപാട് മാറ്റമുണ്ടെന്നുള്ളത് ഞങ്ങളറിയില്ല. അതിങ്ങനെ പല അഭിപ്രായങ്ങളും വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരൊന്നും ഇപ്പോൾ UDF വിടുന്നൊരു സാഹചര്യം ഉണ്ടെന്ന് ഞങ്ങൾ വിലയിരുത്തുന്നില്ല. അവർ വിടുകയോ എന്നുള്ളതൊന്നല്ല ഞങ്ങൾക്ക് പ്രശ്നമുള്ളതല്ല. അവരെന്തോ നിലപാടെടുക്കട്ടെ. ഞങ്ങളെ കാര്യത്തിനാണ് ഞങ്ങളിപ്പോൾ പ്രാമുഖ്യം കൊടുക്കുന്നത്. ഞങ്ങളുടെ മുന്നണിയുടെ പിന്നിൽ ജനങ്ങളെ അണിനിരത്തുക, പാർട്ടിയെ ശക്തിപ്പെടുത്തുക, ഇത്തരം കാര്യങ്ങൾക്കാണ് നമുക്ക് പ്രാമുഖ്യം കൊടുക്കുന്നത്. ഈ അധികാരം ദുഷിപ്പിക്കുമെന്ന് പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട്. CPM-നാണെങ്കിൽ ഒരു മാതൃകയുമുണ്ട്. ബംഗാൾ തുടർച്ചയായി പതിറ്റാണ്ടുകൾ ഭരിച്ച CPM-ന് അവിടെ ഒന്നുമല്ലാത്ത അവസ്ഥയായി പോയി. അതുകൊണ്ട് അത്തരമൊരു അവസ്ഥ കേരളത്തിലുണ്ടാകുമെന്ന ആശങ്ക പല മുനിസിപ്പാലിറ്റി സ്നേഹിക്കുന്ന പല ആളുകളും പറഞ്ഞു കേൾക്കുന്നു. അതുണ്ടാകാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതലുകളാണ് CPM സ്വീകരിച്ചിട്ടുള്ളത്? ഭരണം കിട്ടിയാൽ മോശമാകുമെന്ന് പറയുന്നൊരു തെറ്റായ പ്രചരണമാണ്. അങ്ങനെയാണെങ്കിൽ പാർട്ടി തീരുമാനിക്കേണ്ട ഭരണം ഒരിക്കലും വരാൻ പാടില്ല എന്നല്ല. ജനങ്ങൾ അവസരം തരുമ്പം ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഭരിക്കും. അത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെയാകുമ്പോൾ അവർ കൂടുതൽ അവസരം പാർട്ടിക്ക് നൽകാൻ സന്നദ്ധമാകും. ബംഗാളിൽ 34 കൊല്ലത്തിന് ശേഷം ഉണ്ടായ തിരിച്ചടിയാണ്. ഒരു 5 വർഷം ഭരിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നമല്ലത്. അതിന് രാഷ്ട്രീയവും സംഘടനാപരമായിട്ടുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനമെന്ന് പറഞ്ഞാൽ ഇനി ഇടതുപക്ഷത്തിന് തുടർഭരണം കിട്ടുന്ന ആപത്താണെന്നുള്ളൊരു പ്രചാരവേല നടത്തുന്നത് വളരെ അപകടകരമായ രാഷ്ട്രീയമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരണമേ പാടില്ല, പാർലമെൻ്ററി പ്രവർത്തനമേ പാടില്ല എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് വരുന്നൊരു വാദഗതിയാണ്. അത് പാർട്ടി അംഗീകരിക്കുന്നില്ല. പാർട്ടി ഇനിയും തുടർന്ന് ഇടതുപക്ഷത്തിന് ഭരിക്കാനുള്ള അവസരത്തിന് വേണ്ടി തന്നെ പ്രവർത്തിക്കും. അത് ജനങ്ങൾ അവസരം തന്നാൽ ഞങ്ങൾ ഭരിക്കും. അപ്പോൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പിന്തുണ നേടുക എന്നതാണ് ഇതിൽ അടിസ്ഥാനമായിട്ടുള്ളത്. അതിനുള്ള ശ്രമമാണ് പാർട്ടി നടത്തുന്നത്. 5 വർഷം ഭരിച്ചു, വീണ്ടും ഒരു ഭരണം. പ്രതിപക്ഷത്തെയും വിലയിരുത്തിയാകുമല്ലോ സ്വാഭാവികമായി CPM മുന്നോട്ട് പോകുന്നത്. പ്രധാന പ്രതിപക്ഷം UDF ആണ്, കോൺഗ്രസ് ആണ്. BJP-യും കേരളത്തിൽ ശക്തമായി തന്നെയുണ്ട്. എങ്ങനെയാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനത്തെ, അവർ ഉയർത്താൻ പോകുന്ന വെല്ലുവിളികളെ CPM കാണുന്നത്? പ്രതിപക്ഷം എപ്പോഴും അവർക്ക് ഗവൺമെൻറ് വെല്ലുവിളി ഉയർത്തിക്കൊണ്ടേയിരിക്കും. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത്.
അല്ലാണ്ട് പ്രതിപക്ഷത്തെ ഇടതുപക്ഷത്തിൻ്റെ കൂടിയോ അല്ലെങ്കിൽ ഗവൺമെൻറ് കൂടിയോ കൊണ്ടുവരാൻ എന്നുള്ള ചിന്തയെല്ലാം പ്രായോഗികമായി നടക്കാത്ത കാര്യമാണ്. അവർ നമ്മൾ എന്ത് ചെയ്താലും വിമർശിച്ചു കൊടുക്കും, അത് കാര്യമാക്കേണ്ടതില്ല. അത് വെല്ലുവിളി ഉയർത്താൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഇല്ല എന്നൊരു വിലയിരുത്തലുണ്ട് പൊതുവിൽ. CPM-ന് പിണറായി നയിക്കുന്ന സർക്കാരിൽ നിന്നും വെല്ലുവിളി ഉയർത്താൻ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്നൊരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് ചോദിച്ചത്. പ്രതിപക്ഷത്തെയൊന്നും ഞങ്ങൾ കുറച്ച് കാണുന്നില്ല. അവർക്ക് അവരുടേതായ സ്വാധീനമുണ്ട്, ഇടപെടാനുള്ള കഴിവുണ്ട്, അതവർ പ്രവർത്തിക്കും. അത് മനസ്സിലാക്കി ഇടതുപക്ഷവും പ്രവർത്തിക്കണം. ഇതേ അതിന് വഴിയുള്ളൂ. അങ്ങ് 2 തവണ സംസ്ഥാന സെക്രട്ടറിയായി, സംഘടനാ രീതി അനുസരിച്ച് 1 തവണ കൂടി ആകാം. അതങ്ങ് ആകുമെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ അങ്ങ് സെക്രട്ടറി സ്ഥാനത്ത് ഇപ്പോൾ വരികയോ അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോൾ മാറിയിട്ട് വീണ്ടും സർക്കാരിലേക്ക് വരും. അങ്ങ് 1 തവണ ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ്. ഇപ്പോൾ കഴിഞ്ഞ പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനം ഉയരുന്നു. ആ സാഹചര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പിണറായി മന്ത്രിസഭയിലേക്ക് വരുമോ എന്ന ചോദ്യം ശക്തമാണ്. ഇതൊക്കെ ഒരു അഭ്യൂഹം മാത്രമാണ്. ഒരു മന്ത്രിസഭാ പുനഃസംഘടന ഇപ്പോൾ ഉദ്ദേശിക്കുന്നേയില്ല. അപ്പോൾ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. പാർട്ടിയിൽ ഉൾപാർട്ടി ജനാധിപത്യം കുറഞ്ഞു വരുന്നു. ചർച്ചകളിൽ പോലും നേതാക്കൾ, ആലപ്പുഴയൊക്കെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ചർച്ച തടസ്സപ്പെടുത്തിയെന്നാണ് വാർത്തകളൊക്കെ വന്നത്. അങ്ങനെ നിഷേധിക്കുമായിരിക്കും. പക്ഷേ അങ്ങനെ വേണമെങ്കിൽ പോലും ഒരു തിരുവായില്ലാത്ത പാർട്ടിയായി CPM മാറുകയാണോ? അങ്ങും മുഖ്യമന്ത്രിയും തീരുമാനിക്കുന്നു, അത് പാർട്ടി സംസ്ഥാന സമിതി അടക്കം അത് കേട്ടിരിക്കുന്നു, ഒരു അഭിപ്രായവും എതിർത്ത് പറയുന്നില്ല എന്നൊരു വിമർശനമുണ്ട്. ഇതൊക്കെ തെറ്റായി നടക്കുന്നൊരു പ്രചാരവേലയാണ്. ഏറ്റവും കൂടുതൽ ഉൾപാർട്ടി ചർച്ച നടക്കുന്ന ഒരു കാലഘട്ടമാണ് പാർട്ടി. അതുകൊണ്ടാണ് എല്ലാ ജില്ലാ സമ്മേളനത്തിലും വിമർശനം ഉണ്ടായി നിങ്ങൾ ഇനിയും റിപ്പോർട്ട് ചെയ്തോളൂ. അതാരെങ്കിലും തടഞ്ഞിട്ടുണ്ട്. പക്ഷെ ചർച്ച വ്യക്തികേന്ദ്രീകൃതമായി ആരെങ്കിലും എതിർക്കുന്നതിന് വേണ്ടി ആകാൻ പാടില്ല. പ്രശ്നങ്ങൾ അവതരിപ്പിക്കാം. വഴിവിട്ടു പോകുന്ന ചർച്ച പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള നിലപാടുകളുള്ള സ്ഥലത്ത് അത് തെറ്റാണ്, നിങ്ങൾ ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്ന് പറയേണ്ടതായിട്ട് വരും. അല്ലാണ്ട് മറ്റൊരു ചർച്ചയും പാർട്ടി നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. എല്ലാ ചർച്ചകളെയും പ്രോത്സാഹിപ്പിക്കുകയാണ് പാർട്ടി ചെയ്യുക. ഏറ്റവും വലിയ ചർച്ചയല്ലേ നടക്കുന്നത് പാർട്ടി സമ്മേളനത്തിൽ. നിങ്ങൾ ചില മാധ്യമങ്ങൾ തന്നെ ഊഹിച്ചിട്ടായാലും പല കാര്യങ്ങളും കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ചർച്ചയില്ല എന്ന് പറയുന്നതിൽ എന്താ അടിസ്ഥാനമുള്ളത്? അതൊക്കെ തെറ്റായൊരു പ്രചരണത്തിൻ്റെ ഭാഗമായി വരുന്നതാണ്. പാർട്ടിയുടെ ഒരു ഏകാധിപത്യം വരുന്നു എന്ന് സ്ഥാപിക്കാനുള്ള പ്രചരണമാണ്. അത് വസ്തുതാപരമായി ശരിയേയല്ല. പൂർണ്ണമായും ചർച്ച ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നാളെ ആരും പതാക ഉയർത്തണം എന്നുപോലും തീരുമാനിക്കുന്ന സെക്രട്ടേറിയറ്റ് കൂടിയിട്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ആൾക്ക് അവിടെ ആലോചിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ എല്ലാ കാര്യങ്ങളും പാർട്ടി സെക്രട്ടേറിയറ്റ് ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്, സംസ്ഥാന കമ്മിറ്റി ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. പാർട്ടിയിൽ യുവത്വം കൊണ്ടുവരണം. അത് എക്കാലത്തും CPM പറയുന്നതാണ്. അതിനുള്ള അവസരം പലപ്പോഴും ഉണ്ടാകാറുമുണ്ട്. 75 വയസ്സിനൊരു പ്രായപരിധി ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് നടപ്പാകുമ്പോൾ ഒരു പിടി നേതാക്കൾ വഴിമാറേണ്ടി വരും. അത്തരമൊരു വഴിമാറ്റം ഈ സമ്മേളനത്തിൽ ഉണ്ടാകുമ്പോൾ യുവാക്കൾക്ക് പ്രതീക്ഷിക്കാം. കേന്ദ്ര കമ്മിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ ഇവിടെ നടപ്പിലാക്കും. അതിൻ്റെ ഭാഗമായിട്ട് ആരെല്ലാമാണ് എന്തെല്ലാം ആണ് തീരുമാനിക്കേണ്ടതുള്ളത് പാർട്ടി ചർച്ച ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല. ഏതായാലും ഒരു ഭരണ തുടർച്ച ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു വികസന രേഖ കൂടി സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് അറിയുന്നുണ്ട്. അതെന്താണ് അത്തരമൊരു ഭരണത്തിലേക്ക് പോകാം? കേരളം തുടർച്ചയായി CPM തന്നെ ഭരിക്കും. അപ്പോൾ ആ വികസനം വേണം, ആ ഒരു കാഴ്ചപ്പാടാണ്. ഞങ്ങൾക്ക് എപ്പോഴും എല്ലാ വർഷത്തിലും ഒരു നയമുണ്ട്. ആ നയരൂപീകരണത്തിന് വേണ്ടിയുള്ള രേഖയാണ് ചർച്ച ചെയ്യുന്നത്. അത് പാർട്ടി ചർച്ച ചെയ്ത് അംഗീകരിച്ച് കഴിഞ്ഞാൽ LDF ചർച്ച ചെയ്യും, ഗവൺമെൻറ്റിൻ്റെ രേഖയായിട്ടൊന്ന് മാറ്റും. ഇതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കേരളത്തിന് നവകേരളത്തിന് വേണ്ടിയാണത്. നവകേരള സൃഷ്ടി എന്നത് LDF മാനിഫെസ്റ്റോയിൽ പറഞ്ഞതാണ്. അതെങ്ങനെയാണ് നടപ്പാക്കേണ്ടതിനുള്ള പ്രായോഗികമായ മാർഗനിർദ്ദേശമാണ് പാർട്ടി ആവിഷ്കരിക്കുന്നത്. വികസനം, മൂലധന നിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ CPM-ന്റെ കാഴ്ചപ്പാട് മാറി വരികയാണ്. CPM-ന്റെ കാഴ്ചപ്പാടൊന്നും മാറുന്നില്ല. ഇതെല്ലാം പാർട്ടി പരിപാടിക്ക് അനുസൃതമായിട്ടുള്ള നിലപാട് മാത്രമാണ്. സ്വകാര്യ മൂലധന നിക്ഷേപത്തിൽ ഒരിക്കലും CPM എതിർത്തിട്ടില്ല. 57 EMS-ന്റെ കാലത്തല്ലേ മാവൂർ ഗോളിയോറൻസ് വന്നത്. പക്ഷെ ഞങ്ങളത് നിക്ഷേപത്തിന് സഹായകമായ നിലപാടാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ആരും നിക്ഷേപിക്കാൻ വരാറില്ല. കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന സംസ്ഥാനത്ത് നിക്ഷേപം വേണ്ടെന്നാണ്. ഇന്ന് ആ അന്തരീക്ഷം മാറി. ആ അന്തരീക്ഷത്തെ പരമാവധി ഉപയോഗിക്കാൻ എങ്ങനെ സാധിക്കുമെന്നാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. വിദേശ നിക്ഷേപത്തിൻ്റെ കാര്യത്തിലൊക്കെ CPM-ന്റെ നിലപാട് നേരത്തെ വേറൊന്നായിരുന്നില്ലേ? അല്ല, വിദേശ നിക്ഷേപം നിയന്ത്രണത്തോടു കൂടി ആകാമെന്നുള്ളതാണ് ഞങ്ങളുടെ നേരത്തെ നിലപാട്. കോയമ്പത്തൂർ പാർട്ടി കോൺഗ്രസ് തന്നെ അംഗീകരിച്ച കാഴ്ചപ്പാടാണ്. അതൊന്നും ഇപ്പോൾ പുതുതായിട്ട് അംഗീകരിക്കുന്നൊരു കാഴ്ചപ്പാടല്ല. സോവിയറ്റ് യൂണിയനിൽ തന്നെ നടപ്പാക്കിയിട്ടുണ്ട് ലെനിൻ. ന്യൂ എക്കണോമിക് പോളിസി നടപ്പാക്കിയപ്പോൾ ലെനിൻ വിദേശ മൂലധനത്തെ ക്ഷണിച്ചു. പക്ഷേ ആരും വന്ന് പോകാൻ തയ്യാറായില്ല. ഇന്ന് ആ കാലഘട്ടം മാറി എന്നുള്ളതാണ് ചൈനയുടെ അനുഭവം. ചൈനയിലത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സോഷ്യലിസം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയാണ് അവിടെ ആ മൂലധനം ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചൈന വിജയിച്ചു. 2021 കൂടി ദരിദ്രമില്ലാത്ത രാജ്യമായി ചൈന മാറി. അത്തരത്തിൽ
ഉള്ള സോഷ്യലിസ്റ്റ് നിർമ്മാണ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ഉപയോഗപ്പെടുത്തുന്നത്. ഇവിടെയും ഒരു ബദൽ നയം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് അതിൽ യാതൊരുവിധ തെറ്റുമില്ല. ഇതാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പറയാനുള്ളത്. നാളെ മറൈൻ ഡ്രൈവിൽ CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് പതാക ഉയരും. കോടിയേരി ബാലകൃഷ്ണൻ തന്നെ മൂന്നാമതും സംസ്ഥാന സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ടേക്കുമെന്ന് തന്നെയാണ് ലഭിക്കുന്നത്. അദ്ദേഹം സ്ഥിരീകരിക്കില്ല, അദ്ദേഹത്തിന് പറയാൻ കഴിയുകയുമില്ല. ഏതായാലും അദ്ദേഹത്തിന് ആശംസകൾ. CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിനും ആശംസകൾ. CPM സംസ്ഥാന സമ്മേളനം തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മനസ്സ് തുറക്കുകയായിരുന്നു. ന്യൂസ് 18നോട് ഞങ്ങളുടെ പ്രതിനിധി BV അരുണാണ് കോടിയേരിയോട് സംസാരിച്ചത്. തുടർഭരണം നൽകിയ ഉത്സാഹത്തിലും വിഭാഗീയത ഒഴിഞ്ഞ സംഘടന നൽകുന്ന ആത്മവിശ്വാസത്തിന്റെ കരുത്തിലുമാണ് എറണാകുളത്ത് CPM സംസ്ഥാന സമ്മേളനം ചേരുന്നത്. നേതൃത്വം 2 പക്ഷങ്ങളായി തിരിഞ്ഞുള്ള അധികാര വടംവലി ആലപ്പുഴ സമ്മേളനത്തോടെ അവസാനിച്ചു. ശേഷിച്ച വിഭാഗീയ തുരുത്തുകൾ തൃശൂർ സമ്മേളനത്തോടെ പൂർണ്ണമായും നുള്ളിയെറിഞ്ഞതായും CPM അവകാശപ്പെടുന്നു. എങ്കിലും പ്രാദേശികമായ തർക്കങ്ങളും തമ്മിൽ തല്ലും നേതൃത്വത്തിന് തലവേദനയാണ്. പാർട്ടി രൂപീകരണ കാലം മുതൽ ഏറിയും കുറഞ്ഞും പല രൂപത്തിൽ CPM-ൽ വിഭാഗീയതയുണ്ടായിരുന്നു. 1990-കളിൽ അത് ശക്തമായി. ഒരു ഭാഗത്ത് CITU പക്ഷവും മറുഭാഗത്ത് VS-ഉം. കാലം പോകെ CITU ചേരി ദുർബലമായി, VS അതിശക്തനും. പിണറായി വിജയൻ ഉൾപ്പെടെ അന്നത്തെ യുവനിരയെ ഒപ്പം നിർത്തിയായിരുന്നു VS-ന്റെ കുതിപ്പ്. എന്നാൽ പിന്നീട് VS-ഉം പിണറായിയും 2 പക്ഷങ്ങളുടെ തലപ്പേരുകളായി, ഒരേ പാർട്ടിയിലെ ഇരുധ്രുവങ്ങളായി. പാർട്ടിയെ വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് പിണറായി തള്ളിവിടുന്നുവെന്ന പരാതിയായിരുന്നു VS-ന്. ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ പേരിൽ വിഭാഗീയതയും വ്യക്തി ആരാധനയും VS പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് പിണറായി പക്ഷവും ആരോപിച്ചു. സംഘടനയിലും പാർലമെന്ററി രാഷ്ട്രീയത്തിലുമൊക്കെ ഉൾപാർട്ടി പോര് പ്രതിഫലിച്ചു. താഴെത്തട്ടു മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ നേതാക്കളുടെ തലയുരുണ്ടു. 2015-ൽ സ്വന്തം തട്ടകമായ ആലപ്പുഴ നടന്ന സമ്മേളനത്തിൽ നിന്ന് VS-ന് അപമാനിതനായി ഇറങ്ങിപ്പോകേണ്ടി വന്നു. അതോടെ VS പക്ഷത്തിന്റെ അവസാനമായി. 2018-ൽ തൃശൂരിലെത്തിയപ്പോൾ VS പൂർണ്ണമായും പാർട്ടിക്ക് കീഴ്പ്പെട്ട് കഴിഞ്ഞിരുന്നു. സർക്കാരിലും പാർട്ടിയിലും പിണറായിക്ക് എതിരാളികളില്ലാതായി. ഇപ്പോൾ മുമ്പൊരിക്കലും ഇല്ലാത്ത തരത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഐക്യപ്പെട്ട് പ്രവർത്തിക്കുന്നു. നേതൃതലത്തിൽ വിഭാഗീയത അസ്തമിച്ചെങ്കിലും പലയിടത്തും പ്രാദേശിക വിഭാഗീയത തലപൊക്കുന്നത് ഗൗരവത്തോടെയാണ് CPM കാണുന്നത്. അത് മുളയിലേ നുള്ളുകയാണ് എറണാകുളം സമ്മേളനത്തിന്റെ പ്രധാന സംഘടനാ ലക്ഷ്യം. രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. സമീപഭാവിയിൽ മറ്റൊരിടത്തും ഭരണപ്രതീക്ഷയുമില്ല. അതുകൊണ്ട് തന്നെ ഭരണ തുടർച്ചയ്ക്കും പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമെന്ന് CPM വിലയിരുത്തുന്നു. അതിനുള്ള തന്ത്രമൊരുക്കലും സമ്മേളനത്തിലുണ്ടാകും. വിഭാഗീയതയുടെ തലവേദനകളും പ്രത്യയശാസ്ത്ര പ്രതിസന്ധികളുമില്ലാത്ത സംസ്ഥാന സമ്മേളനത്തിനാണ് നാളെ മറൈൻ ഡ്രൈവിൽ കൊടിയുയരുന്നത്. കഴിഞ്ഞ തൃശൂർ സമ്മേളനത്തിൽ തുടർഭരണമായിരുന്നു ലക്ഷ്യമെങ്കിൽ തുടർഭരണത്തിലെ തുടർച്ചയാണ് എറണാകുളം സമ്മേളനം ലക്ഷ്യമിടുന്നത്. മറൈൻ ഡ്രൈവിൽ നിന്നും അരുൺ പാലോടിനൊപ്പം VV അരുൺ, ന്യൂസ് 18. ഇടവേള. യുദ്ധം 5ാം ദിവസത്തിലേക്ക് കടന്നതോടെ ബങ്കറുകളിലും മറ്റും കഴിയുന്ന കുട്ടികൾ ശാരീരികമായി ക്ഷീണിച്ചു തുടങ്ങി. ഭക്ഷണവും വെള്ളവുമില്ലാതെ പലരും തളർന്നു. തൊട്ടടുത്ത് സ്ഫോടനം നടക്കുന്ന ഞെട്ടലിലാണ് യുക്രൈനിലെ മെക്ലേവ് മേഖലയിൽ കഴിയുന്ന വിദ്യാർത്ഥികൾ. ഞങ്ങൾ മിക്കലായ് സിറ്റിയിലെ പെട്രോ മൊഹല്യ ബ്ലാക്ക് സീ നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ മിക്കലായ് സിറ്റിയിൽ ഇപ്പോൾ ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 days ആയിട്ട് ഫുൾ ആയിട്ട് എക്സ്പ്ലോഷൻ ആണ്. ഇപ്പൊ വരെ ഒരു ബോംബ് പൊട്ടിയിട്ടുള്ളൂ. എക്സ്പ്ലോഷൻസിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ബങ്കേഴ്സിൽ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ ബങ്കേഴ്സിൽ എത്തിക്കഴിഞ്ഞാലും ഫുള്ളായിട്ട് എക്സ്പ്ലോഷന്റെ സൗണ്ട് ഒക്കെ ഞങ്ങൾക്ക് എടുത്തെടുത്തായിട്ടാണ് കേൾക്കാൻ പറ്റുന്നത്. അത് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. ജേർക്കിങ്സ് ഒക്കെ നല്ലപോലെ ഉണ്ട്. ഇന്നലെ ഞങ്ങൾ 12 മണിക്കൂറോളം ബങ്കേഴ്സിലായിരുന്നു. അതിനുള്ളിലാണെങ്കിൽ ഒരു ഫെസിലിറ്റീസ് ഇല്ല, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ല. ഗേൾസിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഇന്നും ഇപ്പൊ ഇവിടെ എക്സ്പ്ലോഷൻസ് നടക്കുന്നതുകൊണ്ട് ബങ്കേഴ്സിലേക്ക് മാറണം എന്നാണ് പറയണത്. ഗവൺമെന്റ് നമുക്ക് ഇന്ത്യൻ ഗവൺമെന്റ് നമ്മളോട് ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞേക്കുന്നത് വെച്ചാൽ നമ്മൾ എങ്ങനെയും ബോർഡറിൽ നമ്മുടെ റിസ്കിൽ തന്നെ വരണമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ അത് ഭയങ്കര ഹൈ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. അപ്പം ബോർഡേഴ്സ് എന്ന് പറയുന്നത് പോളണ്ട്, ഹംഗറി, റൊമാനിയ ഇവിടോട്ട് വരാനാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് നമ്മളെ കൊണ്ടുപോകുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഒഡീസ,
പൊർഗീവ് പിന്നെ പറയുന്ന സ്ഥലത്താണ്. ബൈ റോഡ് ഇനിയിപ്പം ബോർഡേഴ്സിൽ എത്താന്നുള്ളത് ഹൈലി റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാല് ഒഡേസയിലും പിർഗോവിലൊക്കെ ബ്രിഡ്ജസ് ഒക്കെ പൊട്ടിക്കിടക്കുകയാണ്. അതേപോലെ തന്നെ കെഴ്സൺ എന്ന് പറഞ്ഞ ഏരിയ റഷ്യൻ മിലിറ്ററിയുടെ അണ്ടറിലാണ്. ഇനി ബൈ റോഡ് ബോർഡേഴ്സിൽ എത്താന്നുള്ളത് ഇപ്പൊ പോസിബിൾ അല്ല. അതിനുള്ളൊരു വഴി ഇനി ഇന്ത്യൻ ഗവൺമെന്റും ഇന്ത്യൻ എംബസിയും ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അതിർത്തികളിലേക്ക് പോകാൻ യാത്രാമാർഗമില്ലാതെ കൊടും ദുരിതത്തിലാണ് വിദ്യാർത്ഥികൾ. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ഗതാഗത സംവിധാനമില്ലെന്ന് മലയാളി വിദ്യാർത്ഥിയായ അജ്മൽ ന്യൂസ് 18നോട് പറഞ്ഞു. എന്റെ പേര് അജ്മൽ. ഞങ്ങൾ പെട്രോ മഹില ബ്ലാക്ക് സീ നാഷണൽ യൂണിവേഴ്സിറ്റി നിക്കോളയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഇവിടെ പുറത്ത് സൈറൻ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ പുറത്ത് ഷെല്ലിങ്ങിന്റെ സൗണ്ട് കേൾക്കാം. പക്ഷെ ഇത് അത്രയും അർജന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഞങ്ങൾക്ക്. കാരണം ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റീസിനും കീവ്, ഖാർക്കീവ് എല്ലായിടത്തും ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവർക്ക് അറ്റ്ലീസ്റ്റ് ട്രാൻസ്പോർട്ടേഷനുള്ള ഒരു വഴിയുണ്ട്, റോഡും ഫെസിലിറ്റീസും ഉണ്ട്. ഞങ്ങളുടെ ഇവിടുന്ന് ഒഡേസ കഴിഞ്ഞ് മൾദോവയാണ് ഞങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ബോർഡർ ഇപ്പോൾ ഓപ്പൺ ആയി കിട്ടിയിട്ടുള്ളത്. പക്ഷെ അങ്ങോട്ട് പോകാൻ വെറും 4 മണിക്കൂർ മാത്രമേ ഞങ്ങൾക്ക് ഇവിടുന്ന് ട്രാവലിംഗ് ടൈം വരുന്നത്. പക്ഷെ അതുപോലെ ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം ഇവിടുന്ന് ഉള്ള ട്രാൻസ്പോർട്ടേഷന്റെ വഴി മൊത്തം ബ്ലോക്ക് ആയി കിടക്കാണ്. 2 ബ്രിഡ്ജ് ഉള്ളത് 2 ഇവര് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ അതർ ട്രാൻസ്പോർട്ടേഷൻ ഒന്നുമില്ല. ഇത് മൊത്തമായിട്ട് ഐസൊലേറ്റ് ഒരു ഐലൻഡ് പോലെയാണ് കിടക്കുന്നത്. ഞങ്ങൾ അധികൃതരായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ബോർഡറിൽ എത്തിയതിന് ശേഷമുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ബോർഡറിലെത്തിയതിന് ശേഷം ഇവരെ ബോർഡറിലെത്തിയതിന് ശേഷം ഈ നമ്പറിൽ വിളിച്ചാൽ മതി, ബോർഡറിലെത്തിയതിന് ശേഷം ഇങ്ങനെ ചെയ്താൽ മതി, അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ബോർഡറിൽ എത്തുന്ന കാര്യമാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. കാരണം ഏജൻസി ശ്രമിക്കുന്നുണ്ട്, ഇവിടുന്ന് എംബസി വഴി ഞങ്ങൾ നാട്ടിൽ നിന്ന് പലരും വഴി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുന്ന് ബോർഡറിലേക്ക് എത്താൻ ഞങ്ങൾക്ക് ഇതുവരെ ഒരു സഹായം ഇതുവരെ വന്നിട്ടില്ല. ഫുഡും കാര്യങ്ങളും ഇപ്പൊ ഇന്ന് രാത്രി നാളെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫുഡും കാര്യങ്ങളും ഒന്നും ഇപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ള അറിയാത്തൊരവസ്ഥയിലാണ് നിൽക്കണേ. ഈ സമയത്ത് ഞങ്ങൾക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും മോൾദോവ ബോർഡർ അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള റൊമേനിയ ബോർഡറാണ്. മോൾദോവയിലേക്ക് ഒരു 4 മണിക്കൂർ, റൊമേനിയയിലേക്ക് ഒരു 5-8 മണിക്കൂർ. ഈ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയെങ്കിലും ശരിയാക്കി തരണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഇവിടുന്ന്. സംഘർഷ മേഖലയിൽ അകപ്പെട്ട വിദ്യാർത്ഥികളുടെ ദിവസങ്ങളായി ബങ്കറിലും മറ്റും തുടരുന്ന വിദ്യാർത്ഥികളുടെ ആശങ്കകളാണ് അവർ പങ്കുവയ്ക്കുന്നത്. വാർ ഡെസ്കിൽ നിന്നും സരുൺ എ ജോസ് വീണ്ടും ചേരുകയാണ്. സരുൺ, ഇപ്പോൾ നമുക്കൊരു ആശ്വാസ വാർത്ത വന്നിരിക്കുന്നത് കീവിൽ കർഫ്യൂ പിൻവലിച്ചു എന്നതാണ്. ഖർക്കീവിലും കീവിലുമാണ് ഏറ്റവും കൂടുതൽ സംഘർഷം ഈ മണിക്കൂറുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ നമ്മളോട് പങ്കുവച്ച ആശങ്കകൾ പങ്കുവച്ച വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ആശ്വാസമാകുന്ന നടപടികളാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? അതിർത്തിയിലേക്ക് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പോകുന്നു, അവിടെ കർഫ്യൂ നിയന്ത്രണങ്ങളൊക്കെ മാറ്റി ഇവർക്ക് യാത്രാ സൗകര്യം ഒരുങ്ങുന്നു. അതിനുള്ള നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? രേണുക, കീവിൽ പ്രഖ്യാപിച്ചിരുന്ന കർഫ്യൂ ആണ് പിൻവലിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളോട് അതിർത്തി പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ സന്നദ്ധരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം ഈ കീവിലാണ് ശക്തമായ ആക്രമണം നടക്കുന്ന ഒരു സ്ഥലം. അവിടെ ഇപ്പോഴും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഈ വിദ്യാർത്ഥികൾക്ക് യുക്രൈൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് പോകാൻ പോളണ്ട്, ഹംഗറി, മോൾഡോവ തുടങ്ങിയ രാജ്യങ്ങളുടെ അതിർത്തിയിലേക്ക് പോകാൻ ഇപ്പോൾ സാധിക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നിരവധി വിദ്യാർത്ഥികൾ, മലയാളികൾ ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികളാണ് ഈ ഭാഗങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഗോപിക ചേരുകയാണ് ഹെൽപ്പ് ഡെസ്കിൽ നിന്നും. ഗോപിക, ഈ വിദ്യാർത്ഥികളോടൊക്കെ സംസാരിച്ചു, അവരൊക്കെ അതിർത്തിയിലേക്ക് യാത്ര ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണോ ഇപ്പോൾ? സരുൺ, തീർച്ചയായും ഈ കീവിൽ ബീക്കൺ കർഫ്യൂ പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത കുട്ടികൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അതനുസരിച്ച് ഉള്ള മൂവ്മെന്റ്സ് ആയിരിക്കും കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. നമ്മൾ കഴിഞ്ഞ ഈ ബുള്ളറ്റിനിൽ തന്നെ നന്ദുവിനോട് സംസാരിച്ചിരുന്നു. നന്ദു കർഫ്യൂ പിൻവലിച്ച വിവരം അടക്കം അറിഞ്ഞ് അവരുടെ കോൺട്രാക്ടറുമായി ബന്ധപ്പെടുന്നു. അതനുസരിച്ചാണ് അവരുടെ യാത്രാ സൗകര്യം. ഇതുവരെ നമ്മൾ ആശങ്കകളുടെ വാർത്തകളാണ് പുറത്തേക്ക് എത്തിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ബങ്കറിൽ കഴിയുന്ന റഷ്യൻ അതിർത്തി മേഖലയാണ് കീവിലെ ബങ്കറുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് ആശ്വാസ വാർത്ത തന്നെയാണ്. വീക്കെൻഡ് കർഫ്യൂ ഒഴിവാക്കിയിട്ടുണ്ട്, പിൻവലിച്ചിട്ടുണ്ട്. സ്റ്റുഡൻസിന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനും വരാനും ഒക്കെയുള്ള സൗകര്യം, വെസ്റ്റേൺ പാർട്സിലേക്ക് സഞ്ചരിക്കാൻ, അതിർത്തി മേഖലകളിലേക്ക് സഞ്ചരിക്കാൻ ഒരു സൗകര്യം ഉണ്ടായിരിക്കുകയാണ്. യുക്രൈൻ റെയിൽവേ സ്പെഷ്യൽ ട്രെയിൻസ് ഇതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട്. യുക്രൈൻ റെയിൽവേ ഓരോ 1 മണിക്കൂറിലും സ്പെഷ്യൽ ട്രെയിൻസ് ഉണ്ടാകുമെന്നാണ് യുക്രൈനിലെ കുട്ടികളിൽ നിന്ന്
ഈ കീവ് ഭാഗത്തുള്ള കുട്ടികളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ. ഇത് ഫ്രീ ഓഫ് ചാർജ് ആയിരിക്കും. ഏതാണോ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ അവിടേക്ക് എത്തുക, ടിക്കറ്റ്സ് എടുക്കേണ്ട ആവശ്യമില്ല തുടങ്ങിയ വിവരങ്ങൾ ഒക്കെയും പുറത്തു വരുന്നുണ്ട്. സരുൺ, ഇതാണ് ഏറ്റവും പുതിയ ആ ഭാഗത്ത് നിന്ന്. കീവ് നമുക്കറിയാം ഒരു മെഡിക്കൽ ഹബ്ബാണ്. കീവ് നാഷണൽ യൂണിവേഴ്സിറ്റി, അതിൻ്റെ സമീപ പ്രദേശമായ ഖാർക്കീവ് നാഷണൽ യൂണിവേഴ്സിറ്റി തുടങ്ങി കീവ് ഒരു മെഡിക്കൽ ഹബ്ബാണ്. നമുക്കറിയാം, നമ്മൾ നന്ദുവിനോട് സംസാരിച്ചപ്പോൾ നന്ദു പറയുന്നതനുസരിച്ച് 600 ഇന്ത്യൻ വിദ്യാർത്ഥികൾ, അതിൽ 250 മലയാളി വിദ്യാർത്ഥികളാണ് അവരുടെ യൂണിവേഴ്സിറ്റിയിൽ മാത്രം ഉള്ളത്. അതുപോലെ കീവ് തലസ്ഥാന നഗരമാണ്. അത് ചുറ്റിപ്പറ്റി ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്, ഒരുപാട് മലയാളി കുട്ടികളുണ്ട്. കർഫ്യൂ തീരുന്ന മുറയ്ക്ക് അവർക്ക് യാത്രാ സൗകര്യം ഒരുങ്ങുകയാണ്. ഇന്ത്യൻ എംബസി അടക്കം അവരോട് നിർദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള അതിർത്തി മേഖലയിലേക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും എത്തുക, അതിർത്തി കടക്കുക. ഇപ്പോൾ പോളണ്ട് ആണെങ്കിലും ഹംഗറി ആണെങ്കിലും റുമേനിയ ആണെങ്കിലും മൾഡോവ ആണെങ്കിലും ആ അതിർത്തി മേഖലകളിലേക്ക് നിങ്ങൾ എത്തുക, അതായത് അതിർത്തി കൃത്യമായി കടക്കുക. ഈ അതിർത്തി കടക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായ കാര്യമാണ്. കാരണം മണിക്കൂറുകൾ, ദിവസങ്ങൾ കാത്തു നിന്നാണ് ഈ കുട്ടികൾക്ക് അതിർത്തി കടക്കാൻ സാധിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഏറ്റവും പ്രശ്നമുണ്ടായത് പോളണ്ട് അതിർത്തിയിലാണ്. ഇപ്പോൾ പോളണ്ട് അതിർത്തിയിൽ കുടുങ്ങിയവരെ ക്യാമ്പുകളിൽ എത്തിക്കാൻ കൃത്യമായ ബസ് സംവിധാനങ്ങൾ അടക്കം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് ഇന്ന് പുലർച്ചെ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ റൊമാനിയൻ ബോർഡറിലും അതുപോലെ തന്നെ ഈ സ്ലൊവാക്യൻ ബോർഡറിലും കഴിഞ്ഞ 3 ദിവസമായി നമ്മുടെ കുട്ടികൾ അതിശൈത്യം ഒക്കെ സഹിച്ച് എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹവുമായി ആ കുട്ടികൾ അവിടെ കഴിയുകയാണ്. 3 ദിവസമായ അതിശൈത്യം, അവിടെ മഞ്ഞുമഴ പെയ്യുകയാണ്, മൈനസിലാണ് അവരുടെ അതിശൈത്യം ഉള്ളത്, മൈനസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ദുർഘടമായ അൺസേർട്ടൺ ആയിട്ടുള്ള ഒരു സാഹചര്യം അതിജീവിച്ചാണ് നമ്മുടെ കുട്ടികൾ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് വരുന്നത്. നമ്മുടെ മന്ത്രിമാർ അടക്കമുള്ള സംഘം അതിർത്തി രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയാണ്. കൃത്യമായ ഏകോപനം ആ തരത്തിൽ മന്ത്രിതല സംഘത്തിൽ നിന്ന് വരികയാണെങ്കിൽ കുട്ടികൾക്ക് ഇത് യുദ്ധം തുടങ്ങി 5ാം ദിവസമാണ്. ഇനി അധിക ദിവസം ബങ്കറുകളിൽ പിടിച്ചു നിൽക്കുക അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷനിൽ കഴിയുക എന്നുള്ളത് കുട്ടികളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കാരണം അവരുടെ കയ്യിലുള്ള ഭക്ഷണ സാധനം അടക്കം കഴിയുന്ന ഒരു അവസ്ഥ വരികയാണ്. പല കുട്ടികൾക്കും ഈ യുക്രൈനിയൻസിൻ്റെ ഷോപ്പുകളിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ട്. പല സ്ഥലങ്ങളിലും ഈ യുക്രൈനിയൻ സേന മോശമായി കുട്ടികളോട് പെരുമാറുന്നു എന്ന തരത്തിലുള്ള പല ആശങ്കകളും പല കുട്ടികളും നമ്മളോട് പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി കുറേ അധികം ദിവസം കൂടി ഈ ബങ്കറുകളിലും മെട്രോ സ്റ്റേഷനുകളിലും നമ്മുടെ കുട്ടികൾക്ക് കഴിയാൻ സാധിക്കില്ല. ഭക്ഷണ സാധനങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിശപ്പ് താങ്ങാനാവാത്ത അവസ്ഥ, തണുപ്പ് താങ്ങാനാവാത്ത അവസ്ഥ ഒക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥ തല സംഘം, അതുപോലെ തന്നെ ഈ റഷ്യയുമായി ഇന്ത്യയുടെ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ള വാർത്തകളും വരുന്നു. അങ്ങനെയെങ്കിൽ ഈ റഷ്യൻ അതിർത്തി വഴി നമ്മുടെ കുട്ടികളെ, ഈ അതിർത്തി കേന്ദ്രീകരിച്ചാണ് മലയാളി കുട്ടികൾ കൂടുതൽ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ റഷ്യ വഴിയുള്ള ഒരു ഇവാക്വേഷൻ പ്രോസസ്സ് വേഗത്തിലാക്കുകയാണെങ്കിൽ അവിടെയുള്ള പരമാവധി കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്താൻ കഴിയുന്ന ഒരു അവസ്ഥ വരികയാണ്. നമുക്ക് പ്രതീക്ഷിക്കാം വരും ദിവസങ്ങളിൽ തന്നെ കൂടുതൽ. ഇതുവരെ 92 മലയാളികളാണ് കേരളത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത്, മലയാളി കുട്ടികളാണ്. ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള വിദ്യാർത്ഥികളും ഉണ്ട്. അതിർത്തി മേഖലകളിലാണ് ഈ കുട്ടികൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. കീവിലെ കർഫ്യൂ പിൻവലിച്ചു, കുട്ടികൾക്ക് യാത്രാ സൗകര്യം ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായ വാർത്ത. സരുൺ, ആശ്വാസകരമായ വാർത്ത ഒരു ഭാഗത്തെത്തുന്നു. കീവിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ഇനി അതിർത്തി രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. പക്ഷേ മറുവശത്ത് ഈ കിഴക്കൻ മേഖലയിൽ കുടുങ്ങിയിരിക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഇടപെടലുകൾ നടക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ സ്പൈസ് ജെറ്റ് ബുഡാപസ്റ്റിലേക്ക്, ഹംഗറി നഗരമായ ബുഡാപസ്റ്റിലേക്ക് പ്രത്യേക സർവീസ് നടത്തുമെന്ന് ഉള്ള അറിയിപ്പും നൽകിയിട്ടുണ്ട്. ഏതായാലും പ്രതീക്ഷയുടെ വാർത്തകളാണ് ഒരു ഭാഗത്ത് വരുന്നത്. വരും മണിക്കൂറുകളിൽ ഈ മന്ത്രിതല സംഘം പോകുന്നതിനെക്കുറിച്ചുള്ള അത് അടക്കമുള്ള വാർത്തകളുടെ കൂടുതൽ വിശദാംശങ്ങളും വരും. രേണുക, ശരി. വാർഡസ്കിൽ നിന്ന് സരുണേ ജോസും ഗോപികയുമാണ് വിവരങ്ങൾ നൽകിയത്. തിരിച്ചെത്താം, ഇടവേള. ആശങ്കാജനകമാണ്. ഇന്ത്യക്കാരോട് അവിടെ തുടരാനാണ് ഇപ്പോൾ എംബസി നൽകുന്ന നിർദ്ദേശം. പോരാട്ടം ശക്തമാകുന്ന ലിവിവിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികളാണ് കുടുങ്ങിക്കിടക്കുന്നത്. അവരുടെ പ്രതികരണത്തിലേക്ക്. ഞങ്ങൾ ഖാർക്കീവിലെ വിയം കരാസിനിലെ സ്റ്റുഡൻസ് ആണ്. നമ്മളിപ്പോൾ മെട്രോയിൽ പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസമായി നമുക്കിവിടുന്ന് പുറത്തോട്ട് പോകാനോ വരാനോ ഒന്നും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡിൻ്റെ കാര്യം വളരെ കഷ്ടമാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഫുഡൊന്നും ഇല്ല, എല്ലാം തീർന്നിരിക്കുകയാണ്. പുറത്താണെങ്കിൽ നല്ലോണം ഷെല്ലിംഗ് ഒക്കെ നടക്കുന്നതുകൊണ്ട് ഇവിടുന്ന് ആരെയും പുറത്ത് വിടുന്നൊന്നുമില്ല.
നമ്മുടെ കയ്യിലുള്ള ഫുഡ് സോഴ്സ് ഒക്കെ തീർന്നു. വെള്ളമാണെങ്കിൽ നമുക്കിപ്പം വെള്ളം നമുക്ക് ഇത്ര ക്യാന വെള്ളമാണ്, ഇത്രയും വെള്ളമാണ് നമ്മൾ 9 പേര് ഉപയോഗിക്കാനുള്ളത്. പിന്നെ നമുക്ക് ഇന്ന് രാവിലെ തൊട്ട് ഒന്നും ഫുഡൊന്നും കിട്ടിയിട്ടില്ല, കാരണം പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. രാവിലെ തൊട്ട് അവർ അത് ബ്ലോക്ക് ചെയ്തേക്കാണ്, അകത്തോട്ടും പോരാൻ പറ്റില്ല, പുറത്തോട്ടും പോരാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ എവിടുന്നോ അവർ നമുക്ക് ഇത്ര ബ്രെഡാണ് തന്നേക്കുന്നത്, ഈ ബ്രെഡാണ് നമ്മൾ 9 പേര് തിന്നാനുള്ളത്. എപ്പോഴാ ഇതിന് പുറത്തു പോവാ, അകത്തേക്ക് വരാ, ഒന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒന്ന് ഇവാക്യുവേറ്റ് ചെയ്യണം. ന്യൂസിൽ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും കാർക്കീവിന്ന് അങ്ങനെ ആരെയും ഇതുപോലെ പുറത്ത് ഇറക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. എത്രയും പെട്ടെന്ന് എംബസി എന്തെങ്കിലും ചെയ്ത് ഇവിടുത്തെ സ്റ്റുഡൻസിനെയും കൂടെ നാട്ടിലെത്തിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. കാരണം ഒത്തിരി കഷ്ടമാണ് എല്ലാവരുടെയും അവസ്ഥ. ഇവിടെ ബാത്റൂം ഫെസിലിറ്റീസ് ആണെങ്കിലും വളരെ മോശമാണ്. പിന്നെ ഇവിടുത്തെ സാധാരണ ആൾക്കാരും ഉണ്ട്. എല്ലാവരും കൂടെ ഈ കൊറോണ സിറ്റുവേഷനിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇന്ത്യൻ എംബസി നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നു. ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായുള്ള ഇന്ത്യയുടെ 5ാമത്തെ വിമാനം ഡൽഹിയിലെത്തി. റൊമേനിയയിൽ നിന്ന് 249 പേരാണ് ഡൽഹിയിലെത്തിയത്. We were in terrible conditions, but उन्होंने मेक श्योर किया, हर स्टोन अनटर्न किया कि हर एक बच्चा वापस इंडिया आ सके. काफी फ्रेंड्स हैं जो खारकिव मेडिकल यूनिवर्सिटी में पढ़ते हैं, उनको अभी तक बंकर्स में रखा गया है. वो बहुत ज्यादा टेरेबल कंडीशंस में हैं. इवन उनके फोन स्विच्ड ऑफ हैं, उनका घर से कोई कांटेक्ट नहीं है. उनके पेरेंट्स इतने ज्यादा वरिड हैं. हर एक पेरेंट का यही होता है कि उनका बच्चा सेफ हैंड्स में हो, ठीक है, सेफ हो, हर बार सेफ हो, ठीक है. और जब उनको ये न्यूज मिलती थी कि अब बम फट गया, ठीक है, अब एयरपोर्ट पे अटैक हो गया, अब हमारे बच्चे बंकर्स में हैं, ऑब्वियसली वो सो भी नहीं पा रहे होंगे और कुछ सोच भी नहीं पा रहे होंगे. ഏതായാലും സമാധാനം കാംക്ഷിച്ചുകൊണ്ട് ചർച്ചകളിലേക്ക് ഇരു രാജ്യങ്ങളും എത്തുന്നു എന്ന ആശ്വാസകരമായ ഒരു സാഹചര്യം ഈ മണിക്കൂറിലുണ്ട്. മറ്റൊന്ന്, കീവിൽ കർഫ്യൂ പിൻവലിച്ചിരിക്കുന്നു. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അതിർത്തിയിലേക്കുള്ള യാത്ര ഇനി സാധ്യമാകും എന്ന ആശ്വാസകരമായ സാഹചര്യവുമുണ്ട്. ഈ രണ്ട് ആശ്വാസ വാർത്തകളോടുകൂടി ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം റൗണ്ട് ബുള്ളറ്റിൻ കാണാം. Папа будет продавать что-то. And Dad will be selling things and helping our heroes, our army. He might even fight. Нашим войскам будет помогать. Может, даже будет воевать.